വയനാട്ടിലെ റിപ്പോർട്ടൊക്കെ കിട്ടിയില്ലേ? അതിൽ എന്തെങ്കിലും നടപടിയുണ്ട്. ഇന്നത്തെ ശുപാർശ കണ്ടില്ല. ആ നടപടി നമ്മൾ സ്വീകരിക്കും. എന്തൊക്കെ സാമ്പത്തികമായി അവരുടെ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി നമ്മൾ തീർക്കും. അതാണ് റിപ്പോർട്ട്. ഈ MLA-ക്കും DCC പ്രസിഡന്റിനും ഒക്കെ അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ ലീഗലാണ്. അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അവര് ലീഗലാണ്. അതൊക്കെ കോടതിയിൽ നിന്ന് തീരുമാനിച്ചോട്ടെ. അതിലൊന്നും ഞങ്ങളുടെ പെടാൻ പോകുന്നില്ല. ഞങ്ങൾ പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് എന്താണോ അദ്ദേഹത്തെ അവരുടെ ഭാഗത്തു നിന്നുള്ള പാളിച്ച അത് തിരുത്താനുള്ള നടപടി നമ്മുടെ ഭാഗത്തുണ്ടാവും. റിപ്പോർട്ടിലൊന്നും പറയുന്നില്ല, നടപടിയെടുക്കാനൊന്നും പറയുന്നില്ല. അതുകൊണ്ട് പറയുന്നുണ്ട്, ആകെ പറയുന്നുണ്ട്. ഇന്നലെ KC വേണുഗോപാലൊക്കെ വന്നല്ലോ, അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചു. എന്തെന്ന് സംസാരിച്ചു? നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ട്, മണിക്കൂറുകളോളം. എല്ലാം പറയാൻ പറ്റുമോ? KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നേതൃമാറ്റമുണ്ട്. അതൊന്നും നിങ്ങൾ എന്താണ് നിങ്ങൾ ഏത് ലോകത്താണ്? ഏത് ലോകത്താ പത്രക്കാള്? നിങ്ങൾ കിട്ടാത്തത് കിട്ടിയതുപോലെ പറയുന്ന ആളുകളാണ് നിങ്ങള്. വാ എന്ന് പറഞ്ഞതിന്റെ അപ്പുറത്ത് വാടാന്ന് പറഞ്ഞ് ഇരുന്ന് കൂട്ടാ നിങ്ങള്. ഇത് നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലേ? അവരൊന്നുമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. പുനഃസംഘടനയെ ബന്ധപ്പെട്ട കാര്യം KC വേണുഗോപാലിനോട് സംസാരിച്ചിരുന്നു ഇന്നത്തെ. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരോടും ഇതിനുവേണ്ടി സംസാരിക്കാൻ പോയിട്ടില്ല. KC വേണുഗോപാലും ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇലക്ഷനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. വളരെ ലേറ്റാകുന്നത് വരെ ഇന്നലെ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചിരുന്നു വീണുമായിട്ട്. നേതൃമാറ്റം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അതൊന്ന് ACCയോട് ചോദിച്ചാൽ. അല്ല, ഈ കേസ് ഈ അതൃപ്തി അറിയിച്ചിരുന്നു ഈ ACC? ഇങ്ങനെ വാർത്തകൾ വരുന്നത് ഞാൻ ആരെയും അതൃപ്തിയൊന്നും അറിയിച്ചു. ഞാൻ നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ലേ? ഞാൻ ചെയ്ത പണി അതാണ്, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിനകത്തൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഇതിന്റെ അകത്ത് അത്രയേ എടുത്തിട്ടുള്ളൂ സീരിയസ് ആയിട്ട്. എന്ത് വേണമെങ്കിൽ AICCക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഞാൻ പാർട്ടിക്ക് വിധേയനാണ്. പാർട്ടിക്ക് വിധേയനായ മാത്രമേ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുള്ളൂ. മതി.